ഹലോ ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം രജനി. ഇന്ന് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മുട്ട അവിയലാണ്. സാധാരണ വെജിറ്റബിൾ അവിയലെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ മുട്ട അവിയൽ എങ്ങനെ ചെയ്യുന്നത്, നമ്മൾ ട്രിവാൻഡ്രത്ത് എല്ലാവരും ചെയ്യുന്നൊരു ഐറ്റമാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം. ഇതിനാദ്യം വേണ്ടത് 2 മുട്ടയാണ്, പിന്നെ 2 ഉരുളക്കിഴങ്ങ്. ഇതിനെ ഞാൻ പീസായിട്ടാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. ഇതിലിടാനുള്ള മസാല തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി ഇത്രയും എടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. ഞാനൊരു ചട്ടിയിലാണ് മുട്ട അവിയൽ വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആദ്യം ഉരുളക്കിഴങ്ങ്, 2-3 പച്ചമുളകെല്ലാം കീറിയിട്ട് ഇതിലോട്ട് അരച്ച് വെച്ച മസാല അതിലോട്ട് ഒഴിക്കുവാന്ന്. ഇത് ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മുളക് പൊടിയൂടെ ഞാൻ ഇടുന്നുണ്ട്. അത് കളറില്ലാത്തത് കൊണ്ടാണ് മുളക് പൊടി ഇടുന്നത്. അത്രയും കൂടെ ഇട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി വയ്ക്കുക. ഇളക്കി നല്ലവണ്ണം ഒന്ന് തിളയ്ക്കണം. ഈ ഉരുളക്കിഴങ്ങ് വെന്തതിന് ശേഷം മാത്രമേ നമുക്ക് മുട്ട ഇടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് ഒന്ന് വേഗം വയ്ക്കുന്നത്. ഈ അരപ്പിൻ്റെ കൂടെ തന്നെ മുട്ട അവിയലെല്ലാം ഒന്ന് നല്ല വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒരുപാടങ്ങ് ഉടയണ്ട, ഒരു പാകത്തിന്. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ടതിന് ശേഷം ഞാൻ എടുത്തിടാൻ പോകുന്ന മുട്ടയാണ്. മുട്ട ഞാൻ കീറി 2-3 പീസാക്കിയാണ് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ 2 മുട്ട എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള മുട്ട എടുത്തിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിത് ഇതിലോട്ട് വച്ചിട്ട് പതുക്കെ മസാല അതിൻ്റെ മുകളിലോട്ടാക്കുക. ഇളക്കാൻ പാടില്ല. ഇളക്കിക്കഴിഞ്ഞാൽ അപ്പം മുട്ട പൊടിഞ്ഞ് തവിട് പൊടിയായി പോവും. അതുകൊണ്ട് നല്ലവണ്ണം ഒന്ന് പറ്റിച്ച് മസാല എല്ലാം അതിൻ്റെ പുറത്തോട്ടാക്കി ഒന്ന് തട്ടിക്കൂട്ടി പറക്കി ഒന്ന് ആവിയിൽ പിന്നെ ഒന്ന് മൂടി വെച്ച് വേവിക്കണം. ഇതിപ്പോൾ ഒന്ന് മസാലയെല്ലാം നല്ല അടിയിൽ നിന്ന് ഇളക്കി മറിക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. പിന്നെ ഉരുളക്കിഴങ്ങ് മുട്ട എല്ലാം കൂടെ ഒരുപോലെ അങ്ങ് ആയിപ്പോവും. അതുകൊണ്ടാണ് പതുക്കെ എടുത്തെടുത്ത് മറിച്ചിട്ടാൽ മതി. ഒന്നുകൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് മൂടി വെച്ച് ഒന്ന് ആവി കയറുമ്പോൾ അതൊരു പാകത്തിനെത്തും. ഇതിപ്പോൾ നല്ല ഒരു പാകത്തിനെത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തേങ്ങ എണ്ണ ശകലം മേളിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക. കറക്കി ഒഴിച്ച് കൊടുക്കണം. പിന്നെ സ്പൂണിട്ട് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ഇളക്കുന്നത്. അല്ലെങ്കിൽ ഒരു തുണി വെച്ച് പിടിച്ചിട്ട് ചുറ്റി വയ്ക്കാം നമുക്ക്, അല്ലാതെ സ്പൂണിട്ട് ഇളക്കണ്ട. ഇതിപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ബൗളിലേക്ക് കോരി വയ്ക്കുവാണ്. തീരെ ഗ്രേവിയും അല്ല തീരെ ഡ്രൈയും അല്ലാത്തൊരു രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി കുറച്ച് ചോറുണ്ണാം. മോര് കറിയും പൊരിച്ച മീനും അച്ചാറും മുട്ട അവിയലും മീൻ കറിയും എല്ലാം കൂട്ടി ഒരു ഊണങ്ങോട്ട്. നിങ്ങളെല്ലാം ഇത് ചെയ്തു നോക്കണം, നല്ല ടേസ്റ്റാണ്. മോര് കറിയുടെ കൂടെ ഇതെല്ലാം മീൻ കറിയും ഒക്കെ ഉണ്ടെങ്കിലെല്ലാം ഒരു ടേസ്റ്റ് കൂടുതലാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇപ്പോഴേ നിങ്ങൾ എനിക്ക് എല്ലാം നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതെനിക്കറിയാം. എല്ലാത്തിനും ഒരു താങ്ക് യു.